അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിന് പുറത്തും സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നും ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ തെളിവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ തന്നെ വേറെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താണെന്നാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. ഫുസിലത്ത് 53 അധ്യായം 41 ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തന്നെ മതിയായതല്ലേ. തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലും സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട്, അതിന്റെ പുറത്തും സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട് രീതിയിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരുമെന്ന് പറയുന്നുണ്ട്. ഇനി അധ്യായം 10 യൂനസ് 61 പറയുന്നത്, നബിയെ, നീ വല്ല കാര്യത്തിൽ ഏർപ്പെടുകയോ അതിനെപ്പറ്റി ഖുർആനിൽ നിന്ന് വല്ലതും ഓതി കേൾപ്പിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടാകാതിരിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിലും ഓതി കേൾപ്പിക്കുകയാണെങ്കിലൊക്കെ അതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളിൽ മേൽ സാക്ഷിയായിട്ട് ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൈകാലുകളിലുള്ള ആ നാമത്തെയാണ് ഇവിടെ പറയുന്നത്. മറ്റൊന്ന് ബ്രീത്തിങ്. ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു അണുവോളമുള്ള യാതൊന്നും നിന്റെ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകില്ല. അതിനേക്കാൾ ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊന്നും സ്പഷ്ടമായ ഈ രേഖയിൽ ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു അതിനെ വലയം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതന്നെയാണ് നമ്മൾ ബ്രീത്തിങ്ങിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞത്. മറ്റൊന്ന് അധ്യായം 13 സൂറ റഹദ് 33 പറയുന്നത്, അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിനും മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു യാതൊന്നും അറിയാത്തവനെ പോലെയാണോ? അവൻ അള്ളാഹുവിനും പങ്കാളികളെ ആക്കിയിരിക്കുന്നു. നബിയെ പറയുക, നിങ്ങൾ അവരുടെ പേരൊന്ന് പറഞ്ഞു തരൂ. അതല്ല, ഭൂമിയിൽ അവർ അറിയാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അവന് പറഞ്ഞ് അറിയിച്ചു കൊടുക്കുകയാണോ എന്ന്. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന് മേൽനോട്ടം വഹിക്കുന്നത് അള്ളാഹു ആണ്. കാരണം അതിന് സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ ഓരോ പ്രവൃത്തികളിലും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു എന്നുള്ള നാമുണ്ട്, അത് സാക്ഷിയാണ്. അപ്പൊ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട്. ഇനി സൂറ 17 അധ്യായം ഇസ്രാഹിൽ 96 പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി. തൻ്റെ ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി ശരിക്കും അറിയുന്നവനാണ്, കാണുന്നവനുമാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് തന്നെ വെളിപ്പാടിൽ 3:78 പറയുന്നത്, ഇതാ ഞാൻ നിന്റെ പ്രവർത്തിയിരുന്നു, നിന്റെ മുന്നിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഇതാർക്കും അടച്ചുകൂടാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ എൻ്റെ നാമം ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ആ ഒരു അംശത്തെ പറ്റിയിട്ടാണ്. ഇവിടെ എന്താണ്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ മതി എന്ന് പറയുന്നിടത്ത് അതിന്റെ താഴെ മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും സാക്ഷിയായി അള്ളാഹു തന്നെ മതി, ആരുടെ പക്കലാണോ വേദവിജ്ഞാനമുള്ളത് അവരും മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഇനി സൂറ യാസീൽ 65 പറയുന്നതും അത് തന്നെയാണ്. കാരണം നമ്മുടെ കൈകളിൽ സാക്ഷിയുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട്. നമ്മൾ അതുപോലെ കാലുകൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ പറ്റി സാക്ഷി പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. കാരണം ഇതൊക്കെ നമ്മൾ മറന്നു പോയാലും അള്ളാഹു അത് ഒരിക്കലും മറക്കില്ല. അള്ളാഹു അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹു നമ്മളോട് നാളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പം ആ ഒരു അവസ്ഥ നമുക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ മരണം നമുക്ക് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നേ നമ്മൾ തെറ്റുകളെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും. ഓരോ കൈകൾ പ്രവർത്തിച്ചതും കാലുകൾ പ്രവർത്തിച്ചതും അത് തെറ്റിനായാലും ശരിയായാലും എല്ലാം അള്ളാഹു അതവിടുന്ന് നമ്മളെ അറിയിച്ചു തരും. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഓർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.